going on, the Government Medical College Hospital in Kozhikode has once again been accused of major medical negligence. This time, the doctor operated on the tongue of a 4-year-old without the parents' consent instead of surgically removing the 6th finger of the child. Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Will not tolerate medical negligence. Will not tolerate. Tolerate എന്നാൽ പൊറുക്കുക, ക്ഷമിക്കുക, സഹിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മെഡിക്കൽ നെഗ്ലിജൻസ് എന്നാൽ അശ്രദ്ധ. മെഡിക്കൽ നെഗ്ലിജൻസ് എന്നാൽ ചികിത്സാപരമായിട്ടുള്ള അശ്രദ്ധ പൊറുക്കാൻ സാധിക്കുകയില്ല, അത് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. കേരള ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ്. കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരള ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ്, കേരള ആരോഗ്യമന്ത്രി ഓൺ മൺഡേ തിങ്കളാഴ്ച ജൂൺ 10 അക്നോളജ്ഡ് എന്നാൽ സത്യം സമ്മതിക്കുക, യാഥാർത്ഥ്യം അംഗീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അക്നോളജ്ഡ് സത്യം സമ്മതിച്ചു, യാഥാർത്ഥ്യം സമ്മതിച്ചു. ദ മെഡിക്കൽ നെഗ്ലിജൻസ് അറ്റ് ദ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വച്ചുണ്ടായ മെഡിക്കൽ നെഗ്ലിജൻസ് എന്താണ്? ചികിത്സാപരമായിട്ടുള്ള അശ്രദ്ധ. അതെന്താണ്? കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് സമ്മതിച്ചു, ആ യാഥാർത്ഥ്യം അംഗീകരിച്ചു, ഏറ്റുപറഞ്ഞു. വേർ എ 4-year-old ഗേൾ. വേർ എന്നാൽ അവിടെ, ആ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എ 4-year-old ഗേൾ, ഒരു 4 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി വാസ് അഡ്മിറ്റഡ്, ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടു. ഫോർ പോളിഡാക്റ്റൽ എന്നാൽ പല കാൽവിരലുകളുള്ള എന്നുള്ള അർത്ഥമാണ്. അതായത് ദ കണ്ടീഷൻ ഓഫ് ഹാവിങ് മോർ ദാൻ ദ നോർമൽ നമ്പർ ഓഫ് ഫിംഗേഴ്സ് ഓർ ടോസ്. സാധാരണയായിട്ട് ഉണ്ടാകുന്നതിലും കൂടുതൽ കൈവിരലുകളോ കാൽവിരലുകളോ ഉണ്ടാകുക, ഇതാണ്. അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാസ് സബ്ജക്റ്റഡ് എന്താണ്? വിധേയമായി ടു എൻ ഓപ്പറേഷൻ, ഒരു ശസ്ത്രക്രിയക്ക് വിധേയമായി. ഓൺ ഹെർ ടങ് അവളുടെ നാവിൽ. വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ഹെർ പേരൻസ്. കൺസെൻറ്റ് എന്നാൽ സമ്മതം എന്നുള്ള അർത്ഥമാണ്, അനുമതി. അവളുടെ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമായി. വിരലിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ട് എന്താണ്? നാവിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. അതാണ് സംഭവിച്ചത്. അത് എങ്ങനെയാണ് സംഭവിച്ചത്? മാതാപിതാക്കളുടെ സമ്മതമില്ലാതെയാണ് ആ ശസ്ത്രക്രിയ നടത്തിയത്. റെസ്പോണ്ടിങ് ടു എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യത്തിന് പ്രതികരിക്കുന്നു. ഇൻ ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമനിർമ്മാണ സഭ, അതാണ് അർത്ഥം. കേരളത്തിലെ നിയമനിർമ്മാണ സഭയിലെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ആ വേളയിൽ വീണ ജോർജ് ആരോഗ്യമന്ത്രി അഡ്മിറ്റ് എന്നാൽ ഇവിടെ സമ്മതിക്കുക എന്നുള്ള അർത്ഥമാണ്. അഡ്മിറ്റഡ് ദാറ്റ്, അത് സമ്മതിച്ചു. എൻ എറർ, ഒരു തെറ്റ്. ഒക്കേർഡ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഡോക്ടർ ആൻഡ് ദാറ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വാസ് ടേക്കൺ. എന്താണ് പറഞ്ഞത്? ഒരു പിശക് പറ്റി ഡോക്ടറുടെ ഭാഗത്തു നിന്ന്, പാർട്ട് ഓഫ് ദ ഡോക്ടറുടെ ഭാഗത്തു നിന്നും. ആൻഡ് ദാറ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വാസ് ടേക്കൺ. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നാൽ പെട്ടെന്ന് നടപടിയെടുത്തു. വാസ് ടേക്കൺ എന്നാൽ എടുത്തു, നടപടി പെട്ടെന്ന് തന്നെ എടുത്തു. റൈറ്റ് ആഫ്റ്റർ ദ സർജറി, ആ സർജറിക്ക് ശേഷം. വിച്ച് ടൂക്ക് പ്ലേസ് ഇൻ മെയ്, എന്നാണ് അത് നടന്നത്, സംഭവിച്ചത്? മെയ് മാസത്തിൽ. ദ ചൈൽഡ്സ് പേരൻസ്, കുട്ടിയുടെ മാതാപിതാക്കൾ. അലേജ്ഡ്, ആരോപിച്ചു. ദാറ്റ് ദെയർ ഡോട്ടേഴ്സ് ഫിംഗർ, അവരുടെ മകളുടെ വിരൽ. റിമെയിൻഡ് അനോപ്പറേറ്റഡ് എന്നാൽ ശസ്ത്രക്രിയ ചെയ്യാതെ. എന്താണ്? ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു അവരുടെ മകളുടെ വിരൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ശസ്ത്രക്രിയ ചെയ്യാതെയാണ്. വൈൽ, അതേസമയം.
ഷീ ഹാഡ് കോട്ടൺ ഇൻ ഹെർ മൗത്ത്. അവളുടെ വായയിൽ ഒരു കോട്ടൺ എന്നാൽ പഞ്ഞി, ഒരു പഞ്ഞി ഉണ്ടായിരുന്നു. ഇൻഡിക്കേറ്റിംഗ് എ ടങ് സർജറി. ടങ് എന്നാൽ നാവ്, ഒരു നാവ് സർജറി, ശസ്ത്രക്രിയ ചെയ്തതായിട്ട് സൂചിപ്പിക്കുന്ന ഒരു പഞ്ഞി ആ കുട്ടിയുടെ വായയിൽ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദ അലഗേഷൻസ് കെയിം ഔട്ട്. ആരോപണങ്ങൾ പുറത്തു വന്നതിന് ശേഷം ദ ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ്, ആശുപത്രി ഉദ്യോഗസ്ഥർ, റെസ്പോണ്ടഡ് ദാറ്റ്, പ്രതികരിച്ചു. എന്താണ് പ്രതികരിച്ചത്? ദ 4-year-old, 4 വയസ്സ് പ്രായമായ കുട്ടിക്ക് ഹാഡ് ഉണ്ടായിരുന്നു എ കണ്ടീഷൻ, ഒരു അവസ്ഥ, കോൾഡ് ടങ് ടൈഡ്. ടങ് ടൈഡ് എന്നാൽ മിണ്ടാനാവാത്ത എന്നുള്ള അർത്ഥമാണ്. ഒരു മിണ്ടാനാവാത്ത അവസ്ഥ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദ ടങ് സർജറി കുഡ് ബെനഫിറ്റ് ഹെർ. ബെനഫിറ്റ് എന്നാൽ സഹായിക്കുക, ആ കുട്ടിയെ സഹായിക്കുമായിരുന്നു. ആ ഓപ്പറേഷൻ, ആ സർജറി ആ കുട്ടിയെ സഹായിക്കുമായിരുന്നു. സഹായിക്കാനുള്ള ഒരു സർജറിയാണ് ചെയ്തത് എന്നാണ് ഉദ്യോഗസ്ഥർ, ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർ ആ ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. ഹവവർ, എന്നാൽ ദേ അഡ്മിറ്റഡ്, അവർ സമ്മതിച്ചു, ദ മിസ്റ്റേക്ക് ഓഫ് നോട്ട് ഒബ്റ്റെയിനിങ് കൺസെൻറ്റ് ഫ്രം ഹെർ പേരൻസ്. ഒബ്റ്റെയിൻ എന്നാൽ ലഭിക്കുക, വാങ്ങുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ വാങ്ങുക എന്നുള്ള അർത്ഥമാണ്. കൺസെൻറ്റ് എന്നാൽ സമ്മതം. അവർ ആശുപത്രി അധികൃതർ സമ്മതിച്ചു, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്നും സമ്മതം വാങ്ങിയില്ല എന്നുള്ള തെറ്റ് അവർ സമ്മതിച്ചു. കണ്ടമിങ് ദ മെഡിക്കൽ നെഗ്ലിജൻസ്. കണ്ടം എന്നാൽ ഇവിടെ അപലപിക്കുക എന്നുള്ള അർത്ഥമാണ്. കണ്ടമിങ് ദ മെഡിക്കൽ നെഗ്ലിജൻസ്, ചികിത്സാപരമായ ശ്രദ്ധക്കുറവിനെ, അശ്രദ്ധയെ വിമർശിക്കുന്നു, അപലപിച്ചുകൊണ്ട് ദ മിനിസ്റ്റർ ആഡഡ്, മന്ത്രി ചേർത്തു പറഞ്ഞു, ദാറ്റ് ദ ഗവൺമെൻറ് വിൽ നോട്ട് ടോളറേറ്റ്, ഗവൺമെൻറ് പൊറുക്കുകയില്ല, ക്ഷമിക്കുകയില്ല, സച്ച് എറേഴ്സ്, അത്തരത്തിലുള്ള പിശകുകൾ, ദാറ്റ് കുഡ് എൻഡേഞ്ചർ ദ ലൈഫ്സ് ഓഫ് പേഷ്യൻസ്, അത്തരത്തിലുള്ള പിശകുകൾ രോഗികളുടെ ജീവൻ അപകടത്തിലാക്കിയേക്കും. ഷീ ഓൾസോ സെഡ്, ഇവിടെ ഷീ എന്നുള്ളത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. ഷീ ഓൾസോ സെഡ്, വീണ ജോർജ് ഇതുകൂടെ പറഞ്ഞു, ദ ആക്ഷൻ ഹാഡ് ബീൻ ടേക്കൺ അഗെയിൻസ്റ്റ് ദ ഡോക്ടർ ഓൺ ദ സെയിം ഡേ ഇറ്റ് സെൽഫ്. ആക്ഷൻ ഹാഡ് ബീൻ ടേക്കൺ, നടപടിയെടുത്തു. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്, എഗെയിൻസ്റ്റ് ദ ഡോക്ടർ, ഡോക്ടർക്ക് എതിരായിട്ട്, ഓൺ ദ സെയിം ഡേ ഇറ്റ് സെൽഫ്, അതേ ദിവസം തന്നെ, ദ സെയിം ഡേ ഇറ്റ് സെൽഫ്, അതേ ദിവസം തന്നെ ആ ഡോക്ടർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തു. മിനിസ്റ്റർ സേസ്, മന്ത്രി പറയുന്നു, ദർ വേർ അറ്റംപ്റ്റ്സ്, അവിടെ ശ്രമങ്ങളുണ്ടായിരുന്നു, ടു ക്രിയേറ്റ്, സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ, an impression that such medical negligence is common in government hospitals. ഇംപ്രഷൻ എന്നാൽ ധാരണ, അത്തരത്തിലുള്ള ധാരണ ഉണ്ടാക്കാനുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അത്തരത്തിലുള്ള നെഗ്ലിജൻസ്, അശ്രദ്ധ ഉണ്ട് എന്നുള്ള ഒരു മതിപ്പ്, അത്തരത്തിലുള്ള ഒരു ബോധം, തോന്നൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഹവവർ, എന്നാൽ കമ്പയർഡ് ടു ദ പ്രീവിയസ് കോൺഗ്രസ് ലെഡ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF ഗവൺമെൻറ്, ദ ലാപ്സസ് ആർ ഫ്യൂവർ നൗ. കമ്പയർഡ് ടു എന്നാൽ താരതമ്യം ചെയ്താൽ, ദ പ്രീവിയസ് കോൺഗ്രസ് ലെഡ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF. പ്രീവിയസ് എന്നാൽ മുമ്പത്തെ UDF ഗവൺമെൻറ് നയിച്ച ഗവൺമെൻറ് അതുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ, ദ ലാപ്സസ് എന്നാൽ ഇവിടെ അബദ്ധങ്ങൾ എന്നുള്ള അർത്ഥം. ലാപ്സ് എന്നാൽ അബദ്ധങ്ങൾ ആർ ഫ്യൂവർ നൗ, ഫ്യൂവർ എന്നാൽ ചുരുങ്ങിയ എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ചുരുങ്ങിയ തോതിലാണ്. ഇവിടെ ആരോഗ്യമന്ത്രി പറയുന്നത് UDF ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണ്. മുമ്പ് ഭരിച്ചിട്ടുണ്ടായിരുന്ന UDF ഗവൺമെൻറ് ആ കാലത്ത് ഇത്തരം പിശകുകൾ കൂടുതലായിരുന്നു. ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ കുറവാണ് എന്നാണ് പറയുന്നത്.
മുമ്പത്തെ ഗവൺമെൻറ്റിനെ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ എന്താണ്, കുറവാണ് ഇത്തരത്തിലുള്ള പിശകുകൾ. ഷീ ഓൾസോ ആഡഡ് ദാറ്റ്, ആരോഗ്യമന്ത്രി അതുകൂടി ചേർത്ത് പറഞ്ഞു, ആഫ്റ്റർ കൺസിഡറിങ് എൻ ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർ വേ ടു ജഡ്ജ് ദ എൻറ്റയർ ഹെൽത്ത് സെക്ടർ ആൻഡ് ദ പ്രാക്ടീഷണേഴ്സ്. ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ പരിഗണിച്ചുകൊണ്ടെന്താണ് ഒരു ജഡ്ജ് ചെയ്യാൻ സാധിക്കുകയില്ല, അത് തീരുമാനിക്കാൻ കഴിയുകയില്ല. എൻറ്റയർ ഹെൽത്ത് സെക്ടർ, എല്ലാ ആരോഗ്യ മേഖലയും അതുപോലെ അതിനകത്ത് ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും വിമർശിക്കാൻ സാധിക്കുകയില്ല, അവരെ വിധി പറയാൻ സാധിക്കുകയില്ല. ഇറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർ വേ, അതൊരു ശരിയായിട്ടുള്ള ഉചിതമായിട്ടുള്ളൊരു മാർഗമല്ല ടു ജഡ്ജ് വിധി പറയാൻ ദ എൻറ്റയർ ഹെൽത്ത് സെക്ടർ ആൻഡ് ദ പ്രാക്ടീഷണേഴ്സ്, മുഴുവനായിട്ടും എല്ലാ ആരോഗ്യ മേഖലകളെയും അതുപോലെ അതിനകത്ത് ജോലി ചെയ്യുന്നവരെയും വിമർശിക്കാനുള്ള, തീരുമാനിക്കാനുള്ള, ജഡ്ജ് ചെയ്യാനുള്ള ഒരു വഴിയല്ല ഇത്, ഈ ഒറ്റപ്പെട്ട ഒരു സംഭവം. ഐസൊലേറ്റഡ് എന്നാൽ ഒറ്റപ്പെട്ട, ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം.